എല്ലാവർക്കും PSC വോയേജറിന്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, മുൻ രാഷ്ട്രപതി KR നാരായണന് ശേഷം പോർച്ചുഗൽ സന്ദർശിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതി. ദ്രൗപദി മുർമുവാണ് മുൻ രാഷ്ട്രപതിയായ KR നാരായണന് ശേഷം പോർച്ചുഗൽ സന്ദർശിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യയും പോർച്ചുഗലും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 50-ാം വാർഷികമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിന്റെ പോർച്ചുഗൽ സന്ദർശനം. 1998 നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ പോർച്ചുഗൽ സന്ദർശിച്ചത്. പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസെലോ റെബേലോ ഡിസൂസ ആൻഡ് പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ. അടുത്ത ചോദ്യം, ലോകരാജ്യങ്ങൾക്കിടയിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ മാതൃമരണങ്ങൾ സംഭവിക്കുന്ന രാജ്യം നൈജീരിയ. മാതൃമരണങ്ങൾ സംഭവിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ അതിൽ 1-ാം സ്ഥാനത്തേക്ക് വന്ന രാജ്യമാണ് നൈജീരിയ. ഇന്ത്യ ഈ കണക്കനുസരിച്ച് 2-ാം സ്ഥാനത്താണ്. അപ്പോൾ മാതൃമരണങ്ങൾ സംഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നൈജീരിയയും 2-ാം സ്ഥാനം ഇന്ത്യയുമാണ്. അടുത്ത ചോദ്യം, അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? റാംബില്ലി, ആന്ധ്രാപ്രദേശ്. അപ്പോൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് അടുത്ത വർഷമാണ് അത് കമ്മീഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അത് എവിടെയാണ്? റാംബില്ലി, ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിലാണ് ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആണവ അന്തർവാഹിനികളും ആണവ പോർമുനയുള്ള മിസൈലുകൾ വർഷിക്കുന്ന യുദ്ധക്കപ്പലുകളെല്ലാം രഹസ്യമായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു താവളമാണ് ഈ ഭൂഗർഭ നേവൽ ബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് 2018 ഈ നേവൽ ബേസിന് നിർമ്മാണ അനുമതി ലഭിച്ചത്. 2018 നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഈ നേവൽ ബേസിന് നിർമ്മാണ അനുമതി നൽകിയത്. അപ്പോൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 2018 നരേന്ദ്രമോദി ഇതിന് നിർമ്മാണ അനുമതി നൽകിയത്. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 3-ാമത്തെ ആണവ മുങ്ങിക്കപ്പൽ INS അരിധമൻ. INS അരിധമനാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന 3-ാമത്തെ ആണവ മുങ്ങിക്കപ്പൽ. ഇതിനു മുൻപ് നിർമ്മിച്ചിട്ടുള്ള മറ്റ് 2 ആണവ മുങ്ങിക്കപ്പലുകളാണ് INS അരിഹന്തും INS അരിഘാത്തും. അപ്പോൾ INS അരിഹന്ത്, INS അരിഘാത്ത് എന്നിവയാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള മറ്റ് 2 അന്തർവാഹിനികൾ. ഇനി 3-ാമതായിട്ട് നിർമ്മിക്കുന്ന 3-ാമത്തെ ആണവ മുങ്ങിക്കപ്പലാണ് ഏത്? INS അരിധമൻ. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്. പദ്ധതികൾ എന്ന് പറയുന്നത് PSCയിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു ചോദ്യമാണ്. നമ്മളിവിടെ ഒരു കുടുംബശ്രീ പദ്ധതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ നിന്നും മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ജൻ ഗൽസ. ഇപ്പം ആദിവാസി ഊരുകളിൽ നിന്നും മിക്ക കലാരൂപങ്ങളും മൺമറഞ്ഞു പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള കലാരൂപങ്ങളെല്ലാം കണ്ടെത്തി അതിനൊരു പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ജൻ ഗൽസ. ജൻ ഗൽസ എന്നത് വയനാട്ടിലെ ഗോത്ര വിഭാഗമായ പണിയരുടെ ഭാഷയിലുള്ള ഒരു പദമാണ്. ഗൽസ എന്ന വാക്കിന് ഉത്സവം എന്നാണ് അർത്ഥം. അപ്പൊ പണിയരുടെ ഗൽസ എന്ന വാക്ക് കടമെടുത്തിട്ട് ജനങ്ങളുടെ ഉത്സവം എന്ന അർത്ഥത്തിലാണ് ജൻ ഗൽസ എന്ന പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ ജൻ ഗൽസ എന്ന പദത്തിന് ജനങ്ങളുടെ ഉത്സവം എന്നാണ് അർത്ഥം. അപ്പൊ ഈ ആദിവാസി ഊരുകളിൽ നിന്നും മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി അതിനെ പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കുന്നതിനു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ജൻ ഗൽസ. അടുത്ത ചോദ്യം, ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ടഗുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏത്? കൊച്ചി കപ്പൽ നിർമ്മാണശാല. അപ്പോൾ കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ടഗുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി.
സമുദ്രമേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ടഗുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഏത്? കൊച്ചി കപ്പൽ നിർമ്മാണശാല. സമുദ്രമേഖലയിലെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉഷസ്. അപ്പോൾ ഇത്രയുമാണ് ഏപ്രിൽ 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. മുൻ രാഷ്ട്രപതി KR നാരായണന് ശേഷം പോർച്ചുഗൽ സന്ദർശിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ലോകരാജ്യങ്ങൾക്കിടയിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ മാതൃമരണങ്ങൾ സംഭവിക്കുന്ന രാജ്യം ഏതാണ്? നൈജീരിയ. അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? റാംബില്ലി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മൂന്നാമത്തെ ആണവ മുങ്ങിക്കപ്പൽ ഏതാണ്? INS അരിധമൻ. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ നിന്നും മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ജൻഗൽസ. ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ടഗുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി കൊച്ചി കപ്പൽ നിർമ്മാണശാല. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഞങ്ങളെ അറിയിക്കുക. അതുപോലെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. താങ്ക്